ഹലോ, ഗുഡ് മോർണിംഗ്. സോ ഇന്ന് രാവിലെ എണീറ്റപ്പോൾ തന്നെ ഭയങ്കര ലേസിയും ഒരു അൺമോട്ടിവേറ്റഡ് ഫീലായിരുന്നു. സോ ഈ അൺമോട്ടിവേറ്റഡ് ഡേനെ കുറച്ചെങ്കിലും പ്രൊഡക്റ്റീവ് ആക്കാൻ പറ്റുമോ എന്ന് ട്രൈ ചെയ്യുന്നൊരു വ്ളോഗാണിത്. അപ്പോൾ വെൽക്കം ടു മീ ബീങ് പ്രൊഡക്റ്റീവ് ഓൺ ആൻ അൺപ്രൊഡക്റ്റീവ് ഡേ. ഇപ്പോൾ രാവിലെ ഭയങ്കര മഴയും തണുപ്പൊക്കെ ആയതുകൊണ്ട് എണീക്കാൻ ഭയങ്കര മടിയായിരുന്നു. ഞാൻ എണീക്കാൻ തന്നെ ലേറ്റായി രാവിലെ. അതുമല്ല, പിന്നെ പഠിക്കാനാണെങ്കിൽ ഒട്ടും മൂഡും ഇല്ലായിരുന്നു. യൂഷ്വലി എനിക്കിങ്ങനെ ലേസി ആയിട്ട് തോന്നുന്ന ഡേയ്സ് എല്ലാം ഞാൻ വെറുതെ ഇങ്ങനെ കിടന്ന് നെറ്റ്ഫ്ലിക്സ് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അതൊന്ന് മാറ്റി പിടിക്കണമല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ എൻ്റെ ഈ ലേസിനെസ് മാറ്റാൻ വേണ്ടി ഞാൻ ആദ്യം എനിക്ക് കുഞ്ഞു കുഞ്ഞു ടാസ്കുകൾ കൊടുത്തു തുടങ്ങി. ലൈക്ക് മേക്കിംഗ് ദ ബെഡ്. പിന്നെ നമ്മുടെ മോർണിംഗ് റുട്ടീനിലുള്ള കാര്യം തന്നെയാണ് ടേബിൾ എഴുതുന്നത്. അങ്ങനെ ഒരു കാര്യം സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പം ലൈക്ക് വി മൈറ്റ് ഫീൽ മോട്ടിവേറ്റഡ് അല്ലേ. അപ്പോൾ അതുപോലെ എനിക്കിങ്ങനെ ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ കുഞ്ഞു കുഞ്ഞു ടാസ്കുകൾ കൊടുത്ത് ഞാൻ എന്നെ തന്നെ മോട്ടിവേറ്റ് ചെയ്യിപ്പിക്കുകയാണ്. ഈ ഒരു അൺപ്രൊഡക്റ്റീവായിട്ട് തോന്നുന്നതായിട്ട് നമുക്ക് പ്രൊഡക്റ്റീവ് ആക്കാമെന്ന് തോന്നുമ്പം ലൈക്ക് ഓൾ ഓഫ് എ സഡൻ നമുക്ക് എല്ലാം പഠിക്കാൻ പറ്റുമെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു സ്ഥലത്ത് തന്നെ ഇരുന്ന് ഒന്നും ചെയ്യാത്ത ഒരു ലേസി കണ്ടീഷൻ മാറ്റിയിട്ട് ഡൂയിങ് സംതിങ്. അതാണ് ഞാൻ ഈ വ്ളോഗിൽ ഉദ്ദേശിക്കുന്നത്. സോ അപ്പോൾ എൻ്റെ സെക്കൻഡ് ടാസ്ക് എന്ന് പറയുന്നത് ജിമ്മിൽ പോകുന്നതാണ്. ജിമ്മിൽ പോകുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ ഫേസൊക്കെ നോക്കിയപ്പോൾ ഭയങ്കര ഓയിലി ആയിട്ട് തോന്നി. അപ്പോൾ അതൊന്ന് വെറ്റ് വൈപ്സ് വെച്ച് ഫേസ് ഒന്ന് ക്ലീൻ ചെയ്തു. എന്നിട്ട് ജിമ്മിൽ പോവാണ്. മടിയായതുകൊണ്ട് ആദ്യം നടക്കാൻ പോകാമെന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷെ മഴയായതുകൊണ്ട് ഈ റോഡൊക്കെ ഫുൾ വെള്ളമായിരിക്കുമല്ലോ. അപ്പോൾ നടക്കാനുള്ളൊരു കണ്ടീഷനിലല്ലാത്തതുകൊണ്ട് ജിമ്മിൽ പോകാമെന്ന് വെച്ചു. ഞാൻ ഇറങ്ങി നടന്നപ്പോൾ ക്ലൈമറ്റ് വാസ് ഓക്കെ. കുറച്ച് വെയിലൊക്കെ ഞാൻ കാണുന്നുണ്ടായിരുന്നു. പക്ഷേ ജിമ്മിൽ എത്തിക്കഴിഞ്ഞപ്പം ഓൾ ഓഫ് എ സഡൻ മഴ പെയ്തു തുടങ്ങി. ഇപ്പം എപ്പോഴും ഇങ്ങനെ വെതർ, ഒരു 5 മിനിറ്റ് വെയിൽ കാണും, പിന്നെ ഭയങ്കര മഴയും. ഈ മീനിനെ കണ്ടോ, നല്ല ഭംഗിയില്ലേ. വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ ആളെ കാണാനില്ല. പക്ഷെ അങ്ങനെ ജിമ്മൊക്കെ കഴിഞ്ഞു, നേരെ വന്നു, ഫ്രഷായിട്ട് ഫുഡ് കഴിച്ചു. ചപ്പാത്തിയും പയറ് കറിയുമായിരുന്നു അന്ന്. ഈ മഴയൊക്കെ ആയതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കട്ടൻ ചായ കുടിച്ചുകൊണ്ടിരിക്കാൻ തോന്നും. പിന്നെ അതെ, എന്തെങ്കിലും പഠിക്കാമെന്ന് പറഞ്ഞ് ബുക്ക് തുറന്നപ്പോൾ ഒരക്ഷരം പഠിക്കാനുള്ള മൂഡ് എനിക്കില്ല. ഞാനിപ്പോൾ മാത്സ് പഠിക്കുന്ന ട്രിഗ്നോമെട്രിയാണ്. സോ ട്രിഗ്നോമെട്രിയിൽ ഇങ്ങനെ കടൽ പോലെ ഫോർമുലാസ് ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഫോർമുലാസൊക്കെ ഒരു സ്റ്റിക്കി നോട്ടിൽ എഴുതിയിട്ട് ടേബിളിൻ്റെ സൈഡിലായിട്ട് ഒട്ടിച്ച് വയ്ക്കാമെന്ന്. ഇതപ്പോൾ ഒരു കൈൻഡ് ഓഫ് ആക്ടിവിറ്റിയുമാണ്, കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള. ഓൾസോ നമ്മൾ ഈ ഫോർമുല എഴുതുമ്പോൾ പഠിക്കുന്നുമുണ്ട്. കണ്ടോ, നമുക്ക് അങ്ങനെ ബ്രെയിനെ ട്രിക്ക് ചെയ്തിട്ട് നമുക്ക് കുറച്ച് ഫോർമുലാസ് പഠിക്കാം. ശരിക്കും നമ്മൾ ട്രിഗ്നോമെട്രി ആദ്യം പഠിക്കുന്നത് 10th-ലല്ലേ. 10th-ലൊക്കെ എനിക്കിതൊരു പേടി സ്വപ്നമായിരുന്നു. കാരണം ഭയങ്കര പാടുള്ളൊരു സബ്ജക്റ്റായിരുന്നു മാത്സ്. ആൻഡ് ഓൾസോ ട്രിഗ്നോമെട്രി എനിക്ക് ഒട്ടും ഇഷ്ടമില്ലായിരുന്നു. ബട്ട് ഇപ്പോൾ പഠിക്കുമ്പോൾ എന്താണെന്ന് എനിക്കറിയില്ല, ട്രിഗ്നോമെട്രി കുറച്ച് ഈസി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു. അങ്ങനെ ഫോർമുലാസൊക്കെ എഴുതി കഴിഞ്ഞിട്ട് ഞാൻ ആദ്യം ടേബിളിൻ്റെ സൈഡിലുള്ള ഈ തടിയിൽ ഒട്ടിക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ സംഭവം ഒട്ടുന്നില്ലായിരുന്നു. ലൈക്ക് ഒട്ടുന്നുണ്ട്, പക്ഷെ ഇങ്ങനെ ഇളകി വരുന്നു. പിന്നെ അതുപോലെ ഇളക്കിയെടുത്തിട്ട് നേരെ ഇപ്പുറത്തെ സൈഡിൽ ആ വോളിൽ പേസ്റ്റ് ചെയ്തു. വോളിൽ വെച്ചപ്പോൾ ആ താഴത്തെ സൈഡ് സ്റ്റിക്കി അല്ലാത്തതുകൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ താഴത്തെ സൈഡ് വെറുതെ ഒന്ന് ഇങ്ങനെ പുഷ് ചെയ്ത് നോക്കിയത്, അത് എന്താണെന്നറിയില്ല, അതങ്ങ് ഇരുന്നു. അങ്ങനെ ഫോർമുലാസ് പഠിക്കുക എന്നുള്ള ടാസ്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. പിന്നെ ഞാൻ കുറച്ച് GK വായിച്ചു. അതായത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഹിസ്റ്ററി, ജോഗ്രഫിയിലൊക്കെ ഇൻട്രസ്റ്റിംഗ് പാർട്സൊക്കെ ഒന്ന് ജസ്റ്റ് ഓടിച്ച് വായിച്ചു. ഒന്നും അങ്ങനെ പഠിച്ചൊന്നുമില്ല, ജസ്റ്റ് വായിച്ചു. ആൻഡ് ഇറ്റ്സ് ലഞ്ച് ടൈം. ലഞ്ചിന് ചോറും തോരനും ചമ്മന്തിയും രസവും ഉണ്ടായിരുന്നു. പിന്നെ ആഫ്റ്റർ ലഞ്ച് ആസ് ഓൾവേസ് അൺപ്രൊഡക്റ്റീവ് ആണല്ലോ, ഞാൻ നന്നായിട്ട് ഉറങ്ങി. അങ്ങനെ ഉറങ്ങിയൊക്കെ എണീറ്റു. ഞാൻ കുറേ നാളായിട്ട് വിചാരിക്കുന്നൊരു ബുക്ക് മാർക്ക് ഉണ്ടാക്കാമെന്ന്. എന്നാൽ പിന്നെ ഇന്ന് തന്നെ അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഈ ചാനൽ ആദ്യം സ്റ്റാർട്ട് ചെയ്തപ്പോൾ കുറേ ക്രാഫ്റ്റും ജേർണലിംഗ് ഒക്കെ ഇടുമായിരുന്നു. പക്ഷെ ഇപ്പം എനിക്കൊന്നിനും സമയമില്ല. എനിക്ക് ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട്, ബട്ട് ലാക്ക് ഓഫ് ടൈം. പിന്നെ എനിക്കൊരു കമൻറ്റ് വന്നായിരുന്നത് ഞാൻ എന്താണ് പഠിക്കുന്നതെന്നുള്ളത്. ഞാൻ എന്താണ് പഠിക്കുന്നതെന്നുള്ളത്. ആക്ച്വലി ഞാൻ എല്ലാ ഗവൺമെൻറ് ജോബ് എക്സാംസും എഴുതുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് പഠിക്കുന്നത്. ഓൾമോസ്റ്റ് എല്ലാത്തിനും സിമിലർ സിലബസ് അല്ലേ. GK, മാത്സും ഇംഗ്ലീഷൊക്കെ ആണല്ലോ. സോ എല്ലാത്തിനും എഴുതുന്നുണ്ട് ഞാൻ. ഒരു ഗവൺമെൻറ് ജോബ് എന്നുള്ളൊരു എയിം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിന് വേണ്ടി പഠിക്കുന്നു. ബാക്കി എൻ്റെ പഠിത്തവും എക്സാംസും എല്ലാം ഞാൻ അപ്കമിങ് വീഡിയോസിൽ അപ്ഡേറ്റ് ചെയ്യാം. അങ്ങനെ ബുക്ക് മാർക്ക് ഉണ്ടായിക്കഴിഞ്ഞ് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ക്യൂട്ട് എസ്തെറ്റിക് ബുക്ക് മാർക്ക് പോലെ എനിക്ക് തോന്നി. നിങ്ങൾക്കും ഇഷ്ടമെങ്കിൽ കമൻറ്റ് ചെയ്യുക. ആൻഡ് ഓൾസോ ഇത് ട്രൈ ചെയ്ത് നോക്കട്ടോ, വളരെ ഈസിയാണ്. അങ്ങനെ ഞാൻ സീരീസ് കണ്ട് ടൈം കളഞ്ഞില്ല, കുറച്ച് എന്തെങ്കിലുമൊക്കെ പ്രൊഡക്റ്റീവ് ആയിട്ടുണ്ട്. പിന്നെ ഈവനിങ് ചായയുടെ കൂടെ എന്തെങ്കിലുമൊക്കെ സ്നാക്സ് വേണമല്ലോ. സോ ഞങ്ങൾ ഓർഡർ ചെയ്തു. എന്തൊക്കെയൊക്കെയോ ഓർഡർ ചെയ്തു. ഇത് സുപ്രീം ബേക്കേഴ്സ് നിന്നാണ് മേടിച്ചേ.
ഇവരുടെ കേക്ക്സൊക്കെ ഭയങ്കര ടേസ്റ്റി ആട്ടോ. ഞാൻ ഈ യൂഷ്വലി കേക്കിൻ്റെ മുകളിലെ ക്രീമില്ലേ അത് ഞാൻ കഴിക്കാറില്ല. പക്ഷെ ഇവരുടെ കേക്കിൽ ഞാൻ കഴിക്കും. അതിനെന്തോ പ്രത്യേക ടേസ്റ്റ് ഉള്ളതുപോലെ തോന്നിയിട്ടുണ്ട്. ഇതിൻ്റെ പേരാണ് ചിക്കൻ ബാസ്ക്കറ്റ്. ഇത് ഭയങ്കര ടേസ്റ്റി ആട്ടോ. പിന്നെ ഈ തുറക്കുന്ന സാധനം ഓൾമോസ്റ്റ് എല്ലാ ചോക്ലേറ്റ് ലവേഴ്സിനും അറിയായിരിക്കും. യെസ്, ദ യമ്മി ചോക്കോലാവ. നിങ്ങൾ ഈ ചോക്കോലാവ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഡെഫിനറ്റ്ലി യു ഹാവ് ടു ട്രൈ ദിസ്. ആ ഒരു പീസ് എടുക്കുമ്പോൾ തന്നെ ആ ചോക്ലേറ്റ് ഇങ്ങനെ ഊസ് ചെയ്ത് വരുന്ന കാണാൻ ഭയങ്കര യമ്മിയാട്ടോ. പിന്നെ അതിന് ശേഷം കുറച്ച് കാറ്റ് കൊള്ളാമെന്നും പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കുക എന്ന് പറഞ്ഞ് അങ്ങ് നേരെ ടെറസിൽ പോയി. സ്കൈ ഫുള്ളിങ്ങനെ കാർമേഘം കൊണ്ട് മൂടിക്കിടക്കുക. സോ ഇന്നത്തെ വ്ളോഗ് അത്രയേ ഉള്ളൂ. ഞാൻ മാക്സിമം ഒന്ന് ട്രൈ ചെയ്ത് എന്തെങ്കിലുമൊക്കെ ചെയ്തൊന്ന് പ്രൊഡക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് ദാറ്റ് വാസ് സക്സസ്ഫുൾ. സോ താങ്ക് യു എവറിബഡി ഫോർ സപ്പോർട്ടിങ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും മറക്കണ്ട. ബൈ.